രാജഭരണകാലത്തും പ്രതിമകൾ തിരുവനന്തപുരത്ത് ഉയർന്നു വന്നിരുന്നു. അതിലാദ്യമായി നമുക്ക് കിട്ടുന്നത്, ആദ്യമായി തിരുവനന്തപുരത്ത് സ്ഥാപിച്ച പ്രതിമ ടി മാധവറാവുവിൻ്റേതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലാണ് ആ സ്ഥലം അറിയപ്പെടുന്നത്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൻ്റെ നട ഇന്നറിയപ്പെടുന്നത് സ്റ്റാച്യു എന്നാണ്. അദ്ദേഹത്തിൻ്റെ പ്രതിമ വന്നതിന് ശേഷമാണ് സ്റ്റാച്യു എന്ന പേര് വന്നത്. അതിനു മുമ്പ് അത് അറിയപ്പെടുന്ന കച്ചേരി നട എന്നും പുത്തൻ കച്ചേരി നട എന്നുമൊക്കെ ആയിരുന്നു. അതിനു മുമ്പ് മാവിൻമൂട് എന്നായിരുന്നു അതിൻ്റെ പേര്. അപ്പോൾ ഈ 2-3 തവണ പേര് മാറി. അനന്തപുരിയിലെ ആദ്യത്തെ പ്രതിമയുടെ പേരിലാണ് ഇന്ന് ആ ജംഗ്ഷൻ അറിയപ്പെടുന്നത്, സ്റ്റാച്യു ജംഗ്ഷൻ എന്ന്. അങ്ങനെ പറഞ്ഞാൽ മാത്രമേ ഇന്ന് എല്ലാവർക്കും അറിയുള്ളൂ. അപ്പോൾ ഒരു പ്രതിമയുടെ പേരിൽ സ്ഥലനാമം പോലും തിരുവനന്തപുരത്ത് രൂപപ്പെട്ടിട്ടുണ്ട്. ആ പ്രതിമ 1893 അത് സ്ഥാപിക്കപ്പെടുന്നത്. അത് അനാച്ഛാദനം ചെയ്തത് കേരള കാളിദാസൻ എന്ന് അറിയപ്പെടുന്ന കേരളവർമ്മ വലിവോയി തമ്പുരാനാണ് 1893 ടി മാധവറാവുവിൻ്റെ പ്രതിമ അനാച്ഛാദനം ചെയ്തത്. മാധവറാവു 30 കൊല്ലക്കാലം തിരുവനന്തപുരത്തിൻ്റെ, അതായത് നമ്മുടെ തിരുവിതാംകൂറിൻ്റെ ദിവാനായിരുന്നു. അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞാൽ സെക്രട്ടേറിയൽ ഭരണ സംവിധാനത്തിനെ കൂടുതൽ പരിഷ്കരിക്കുകയും ഭരണത്തിനെ ജനകീയമാക്കുകയൊക്കെ ചെയ്തു. അദ്ദേഹത്തിൻ്റെ കാലത്ത് വളരെ പ്രസിദ്ധമായതാണ് പണ്ടാരപ്പാട്ട വിളംബരം 1865. അതോടുകൂടിയാണ് ഈ പാട്ട കൃഷിക്കാർക്ക് ആ ഭൂമിയുടെ മേൽ അവകാശം സിദ്ധിക്കുന്നത് അതിനുശേഷമാണ്. അതിനു മുമ്പ് ജന്മിക്ക് എപ്പോൾ വേണേലും പാട്ടക്കാരനെ ഒഴിപ്പിച്ച് വിടാവുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ അത് മാറി പാട്ടക്കാരനും ഭൂമിയിൽ അവകാശമുണ്ട് എന്ന് സ്ഥാപിക്കുന്ന ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വിപ്ലവകരമായ ഒരു ആദ്യത്തെ വിളംബരമാണ് പണ്ടാരപ്പാട്ട വിളംബരം.